എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതെന്താണെന്ന് അറിയണ്ടേ? അതെന്റെ ഫേവറേറ്റ് ചിക്കൻ പിസ്സയാണ്. ഇവിടെ നമ്മൾ ഓവനിലല്ല തയ്യാറാക്കുന്നത്, പാനിലാണ് വെച്ച് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് പിസ്സ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇവിടെ 2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. എല്ലാം ചൂടുള്ള 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പാലിന് പകരം വെള്ളം എടുത്താലും മതി. ഈ പാലിലേക്ക് 1/2 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് മൈദാമാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുഴയ്ക്കാവുന്നതാണ്. എന്നിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാവുമ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ബോൾ പോലെ ആക്കുക. ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പൊ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ അതിന്റെ മുകളിലായിട്ട് തടവി കൊടുക്കാം. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതുപോലെ കവർ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ തൈര്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പിസ്സയുടെ സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, 1 സവാളയുടെ പകുതി, 2 കഷ്ണം capsicum എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ തോല് പെട്ടെന്ന് വിട്ടുപോരും. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് 10 മിനിറ്റ് എങ്കിലും തിളപ്പിച്ചെടുക്കുക. ഇവിടെ ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ തക്കാളിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ തോലൊക്കെ ഒന്ന് ഒഴിച്ചു കളയാം. ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഓരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പൊ എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് കോരി മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഇവിടെ ബാക്കി കുറച്ചുണ്ട്. ആ എണ്ണയിൽ തന്നെ നമുക്ക് സോസും തയ്യാറാക്കാം. ആ ഓയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണിത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നേരത്തെ അരച്ചു വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ഓയിൽ തെളിയുന്ന വരെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കാം. ഇനി നമുക്ക് മാവ് ഒന്ന് തുറന്നു നോക്കാം. കണ്ടോ, നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചൊന്ന് ഇട്ടി കൊടുക്കാം. കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതൊരു പഴയ പാൻ എടുക്കുക. അതിലോട്ട് നമുക്ക് മാവ് വെച്ചു കൊടുക്കാം. ഇതുപോലെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പരത്തെടുക്കണം. എന്നിട്ടൊരു ഫോർക്ക് കൊണ്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. അതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ഫ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പൊ ചൂട് സമയമായതുകൊണ്ട് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പിസയിലോട്ട് ചീസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് നീളത്തിൽ അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ക്യാപ്സിക്കം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ബാക്കിയും കൂടെ ഉള്ള ചീസും കൂടെ ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂമോ ക്യാബേജോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കണം. ഒരു പഴയ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിസ്സയുടെ പാത്രം വെച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം സിമ്മിലാക്കാം. അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഇന്നൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ അടിപൊളി ചിക്കൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒറിഗാനോയോ ചില്ലി ഫ്ലെക്സോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.